ഇമേജിനെ വിളിക്കുന്ന പേരാണ് 2D. പക്ഷേ ശരിക്കും പറഞ്ഞിട്ട് ഒരു ആറ്റം അങ്ങനെയാണോ? അല്ല, 3D ആണ്. അതായത് ഇങ്ങനെ എക്സ് ആക്സിസ്, ഇങ്ങനെ വൈ ആക്സിസ്, പിന്നെ പുറത്തേക്ക് ഒരു ഇസഡ് ആക്സിസ്. അതാണ് 3D. 3 ഡയമെൻഷൻ എന്ന് പറയുമ്പോൾ 3 ഡയമെൻഷൻ നമുക്ക് പറയാൻ പറ്റും. ഒരു ബോൾ പോലെയാണ്, അല്ലാതെ ഒരു വള പോലെ അല്ല ഉള്ളത്, അല്ലെങ്കിൽ ഒരു ഡിസ്ക് പോലെ അല്ല ഉള്ളത്, ഒരു ബോൾ പോലെയാണുള്ളത് അല്ലേ. അപ്പോൾ ആ ബോൾ പോലെ ഇരിക്കുന്ന ആറ്റത്തിനകത്ത് ഇലക്ട്രോണിൻ്റെ സ്ഥാനം നമുക്ക് പറയാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നത് കുറച്ചുകൂടി ആക്യുറേറ്റ് ആയിട്ട് അല്ലെങ്കിൽ കൃത്യമായിട്ട് നമുക്ക് പറയാൻ സഹായിക്കുന്ന കുറച്ച് നമ്പേഴ്സിനെയാണ് നമ്മൾ ക്വാണ്ടം മെക്കാനിക്കൽ മോഡൽ ഓഫ് ആറ്റം എന്നുള്ളത് കൊണ്ട് നമുക്ക് ചുരുക്കി പറയാൻ പറ്റുന്നത്. അതിനകത്ത് 4 നമ്പേഴ്സാണുള്ളത്. പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ, അസിമുതൽ ക്വാണ്ടം നമ്പർ, മാഗ്നറ്റിക് ക്വാണ്ടം നമ്പർ, സ്പിൻ ക്വാണ്ടം നമ്പർ. 4 നമ്പേഴ്സ് ഉപയോഗിച്ചിട്ട് നമുക്കൊരു ആറ്റത്തിനകത്ത് ഒരു ഇലക്ട്രോൺ എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് കൃത്യമായിട്ട് നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റും. ഇപ്പം നിങ്ങളടുത്ത് ഒരാൾ വന്നിട്ട് നിങ്ങളുടെ അഡ്രസ്സ് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ പറയുമ്പോൾ നിങ്ങളുടെ വീട്ടുപേര് പറയും, നിങ്ങളുടെ ആ ലോക്കൽ ഏരിയ സ്ഥലം പറയും, പിന്നെ ആ സിറ്റി പറയും, പിന്നീട് നമ്മൾ ഡിസ്ട്രിക്റ്റോ അല്ലെങ്കിൽ ജില്ലയോ ഡിസ്ട്രിക്റ്റോ അല്ലെങ്കിൽ സ്റ്റേറ്റോ എന്ത് വേണം നമുക്ക് പറയാം അല്ലേ. ഇപ്പോൾ നമ്മൾ കേരളത്തിനകത്തൊരാളോ ഒന്ന് ചോദിക്കുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ ലോക്കൽ സ്ഥലത്തിൻ്റെ പേരും അതുപോലെ തന്നെ സിറ്റിയുടെ പേര്, ഡിസ്ട്രിക്റ്റ്, ജില്ല ഏതാണെന്നും കൂടെ ആയിരിക്കും നമ്മളൊരു അഡ്രസ്സ് എഴുതുന്നത്. അപ്പോൾ അതുപോലെ തന്നെ ഒരു ഇലക്ട്രോണിൻ്റെ അഡ്രസ്സിനെയാണ് നമ്മൾ ഈ 4 സംഖ്യകൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിൽ ആദ്യത്തെ ആളെന്ന് പറയുന്നത് പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ. പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ 4 പേരുകൾ ആദ്യം തന്നെ പഠിക്കുക. പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ, അസിമുതൽ ക്വാണ്ടം നമ്പർ, മാഗ്നറ്റിക് ക്വാണ്ടം നമ്പർ, സ്പിൻ ക്വാണ്ടം നമ്പർ. 4 പേരുകൾ ആദ്യം പഠിക്കുക. ഒന്നൊന്നായിട്ട് നമുക്ക് പഠിക്കാം. വളരെ സിമ്പിളാണ്. ആദ്യത്തേത് പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ. പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പറിനെ സൂചിപ്പിക്കുന്ന അക്ഷരം സ്മോൾ ലെറ്റർ N ആണ്. നമ്മൾ ഈ N മുമ്പും പഠിച്ചിട്ടുണ്ട്. നമ്മുടെ ഒരു ഷെല്ലിനകത്ത്, നിങ്ങൾക്ക് ഷെല്ലൊക്കെ അറിയാമായിരിക്കും, അപ്പോൾ അല്ലെങ്കിൽ നമുക്ക് കമൻറ്റ് ചെയ്താൽ മതി. നമ്മൾ ഇതിനെക്കുറിച്ച് വിശദമായിട്ട് ഓരോ SCERT ക്ലാസ് വൈസ് തരുന്നുണ്ട്. അപ്പോൾ ഒരു ഷെല്ലിനകത്ത് പരമാവധി എത്ര ഇലക്ട്രോൺസ് കൊള്ളുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ എഴുതുന്ന ഒരു ഇക്വേഷൻ ഉണ്ട് അല്ലേ, 2n². അപ്പോൾ ഈ N എന്തോന്നാണ്? ഈ N എന്ന് പറയുന്നത് നമ്മളിപ്പോൾ പറഞ്ഞ ഈ പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പറാണ്. നമ്മളിത് അറിഞ്ഞുകൂടാതെയാണ് ഇത്രയും വർഷം N എന്നുള്ള രീതിയിൽ ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ അത് എന്ത് തന്നെയാണ്? പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പറാണ്. എന്താണ് പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അറിയാവുന്ന കാര്യം തന്നെയാണ്. അതായത് ഒരു ന്യൂക്ലിയസ് ഉണ്ട്, ന്യൂക്ലിയസിന് ചുറ്റും ഇലക്ട്രോൺസ് ഇങ്ങനെ കറങ്ങുമെന്ന് പറഞ്ഞില്ലേ. ഒന്നാമത്തത്, രണ്ടാമത്തത്, മൂന്നാമത്തെ ഓർബിറ്റ് ഇങ്ങനെ കറങ്ങാറുണ്ട് അല്ലേ. ഒരുപാട് ഓർബിറ്റുകളുണ്ട്. അതിൽ ഓരോ നമ്പറിനെയും നമ്മൾ ഓരോ അക്ഷരങ്ങൾ ഉപയോഗിച്ചിട്ടായിരിക്കും പറയുന്നത്. അതായത് K എന്ന് പറയുന്നത്, ഇത് നമ്മൾ കൊച്ചു ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ളതാണ്. ഒന്നാമത്തെ ഷെല്ല് നമ്മൾ ഇംഗ്ലീഷിൽ ഇട്ടിരിക്കുന്ന അക്ഷരം K ആണല്ലേ. KLMN എന്നാണ് നമ്മൾ ഇട്ട് കൊടുക്കുന്നത്. ABCD എന്നല്ല തുടങ്ങുന്നത്, KLMN എന്നുള്ള രീതിയിലാണ്